അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യ കാലഘട്ടത്തിലൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചൊരു മനുഷ്യൻ, പട്ടുമത്തയിൽ കിടന്നുറങ്ങിയ മനുഷ്യൻ, സർവ്വസുഖാഡംബരങ്ങളോടും കൂടി രാജകീയ ഭാവത്തോടെ രാജാവായി ജീവിച്ചൊരു മനുഷ്യൻ ഇടക്കാലത്ത് വെച്ച് സുഹദിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു. വലിയ പരിത്യാഗിയായി എല്ലാ സുഖാഡംബരങ്ങളെയും സർവ്വസന്തോഷങ്ങളെയും ആനന്ദലഹരികളെയും പാടെ ഒഴിവാക്കി ഇലാഹി സ്മരണയിലായി ജീവിക്കുകയും അവസാനം അള്ളാഹുവിൻ്റെ അത്യുന്നതരായ സൂഫിയാക്കളിൽ ഏറ്റവും മഹത്തമായ സ്ഥാനം കരസ്ഥമാക്കിയ, അള്ളാഹുവിൻ്റെ ഉലിയാക്കളുടെ പട്ടികയിൽ വലിയ സ്ഥാനം കരഗതമാക്കിയ മഹാനായ സയ്യിദുന ഇബ്രാഹിം ബിനു അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്രാഹിം ബിനു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലബനാൻ പർവ്വതത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഉലിയാക്കളിൽ ചിലർ എന്നോട് പറഞ്ഞു, നിങ്ങൾ 4 കാര്യങ്ങൾ ജനങ്ങളോട് ഉപദേശിക്കണമെന്ന്. ഈ 4 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ, അത് പാലിക്കാൻ കുറച്ചൊക്കെ പണിയാണ്. ആ 4 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ വല്ലാഹി നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ ദുനിയാവിലും ആഖിറത്തിലും നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമതായി മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ അമിതമായുള്ള ഭക്ഷണം ഒഴിവാക്കണം. അമിതമായുള്ള ഭക്ഷണം ആരാധനയുടെ ആനന്ദം നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ്. നമ്മൾ അമിതമായി ഭക്ഷിക്കുമ്പോൾ ക്ഷീണമാണ്, പ്രയാസമാണ്, നിസ്കരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഖിയാമിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വലിയ പ്രയാസമൊക്കെയാണ്. നമ്മൾ അമിതമായ ആഹാരം അള്ളാഹുമായുള്ള ബന്ധം, അടുപ്പം കുറക്കുമെന്ന് മഹാനായ സയ്യിദുന ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ സയൻസും പറയുന്നുണ്ടല്ലോ, അമിതമായ ഭോജനം ആരോഗ്യം നശിപ്പിക്കുമെന്ന് മെഡിക്കൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. രണ്ടാമതായി മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അമിതമായി ഉറങ്ങിയാൽ ആയുസ്സിൽ ബറക്കത്തുണ്ടാകില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പകൽ മുഴുവനും കിടന്നുറങ്ങൽ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ തള്ളിക്കളയാനുള്ളതല്ലല്ലോ. അള്ളാഹുവിനെ വെറുപ്പ് സമ്പാദിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഈ കറാഹത്ത് എന്ന് പറയുന്നതൊക്കെ. ഈ കറാഹത്തായ കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. നമ്മളത് കറാഹത്തല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കളയുന്ന വിഷയങ്ങള് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, സ്വഹാബികളൊക്കെ അത് കറാഹത്താണല്ലോ പടച്ചവനെ, അത് ഹറാമിന്റെ സ്ഥാനത്താണ് അവർ കണ്ടിരുന്നത്. ഹറാമുകളൊക്കെ വൻ കുറ്റത്തിന്റെ സ്ഥാനത്താണ് കണ്ടിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമിതമായുള്ള ഉറക്കം ആരോഗ്യത്തിന് കേടാണ്. ആരോഗ്യം ഉണ്ടായാലല്ലേ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും സകാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനും ഉംറ സിയാറത്തുകളൊക്കെ നിർവഹിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മൂന്നാമതായി മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജനങ്ങളുടെ തൃപ്തി തേടുന്നവൻ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കണ്ട എന്ന്. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് തന്നെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധമായ ഖുർആൻ നന്നായി ഓതാൻ വേണ്ടിയാണ്, നന്നായി ഇൽമു പഠിക്കാൻ വേണ്ടിയാണ്. ആ ഇൽമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാൻ വേണ്ടി, അഹ്മദായ നബിയിലൂടെ അഹദായ റബ്ബിനെ തിരിച്ചറിയാൻ വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് അള്ളാഹുവിന് തൃപ്തിയിലായിട്ടാണ്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ നല്ല ബിരിയാണി, നല്ല ചിക്കനും ബീഫും ബിരിയാണിയും ഒക്കെ കഴിച്ച ശേഷം നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ വടിച്ച് നക്കൂലേ? അങ്ങനെ വടിച്ചു നക്കുമ്പോൾ ഒരു ചിന്ത വരാണ്, ഈ കൂട്ടുകാർ കണ്ടാൽ എന്താ വിചാരിക്കുക, ബന്ധുക്കാർ കണ്ടാൽ എന്താ വിചാരിക്കുക, നാട്ടുകാർ കണ്ടാൽ എന്താ വിചാരിക്കുക, ആർത്തിപ്പണ്ടാരും അവനിക്ക് തിന്നതും പോരണ്ട് വടിച്ച് നക്കി തിന്നാൻ എന്നിങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുമെന്ന ഭയത്തോടു കൂടി അത് ഒഴിവാക്കരുത്. നമുക്ക് ലക്ഷ്യം അള്ളാഹുവിന് തൃപ്തിയാണ്. അങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ വടിച്ച് നക്കി ക്ലീൻ ചെയ്ത് തിന്നാലുണ്ടല്ലോ, ആ പ്രവൃത്തി നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് മിസ്കാത്തുൽ മസാബിഹിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ജനങ്ങളെ തൃപ്തിയല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ജനങ്ങളുടെ തൃപ്തി തേടി നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പള്ളികളുടെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു പള്ളിയുടെ മുറ്റത്ത് പോയും പിരിവെടുക്കേണ്ട അവസ്ഥ വരില്ല. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുന്നിലും അപേക്ഷാ ഫോം എഴുതി കൊടുത്ത് സഹായത്തെ അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ വരില്ല. നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുമ്പോൾ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായി ശാരീരികമായി വലിയ പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുന്നവനാണെങ്കിൽ അവൻ വിജയിക്കുക തന്നെ ചെയ്യും. ലോകം മുഴുവനും ഒറ്റപ്പെടുത്തിയാലും
ബന്ധുക്കാർ മുഴുവനും അവൻ അകറ്റിയാലും അവൻ വിജയിക്കുമെന്ന് മഹാനായ സയ്യിദുന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും റഹ്മത്ത് ബീവിയുടെയും ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും ഹാജറ ഉമ്മയുടെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിലും ഉപരി മുത്തുലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവും നമ്മുടെ ഹൃദയത്തിന് പിടിച്ചു കുലിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയിലാണ്. നമ്മളെ സൃഷ്ടിച്ചത് റബ്ബാണെങ്കിലും മരണം വരെ നമുക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം നൽകേണ്ടതും റബ്ബാണ്. നമ്മുടെ ചില വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു തആല നൽകാൻ ഉദ്ദേശിച്ചിരുന്ന പല അനുഗ്രഹങ്ങളും നമ്മിൽ നിന്ന് തട്ടിത്തെറിച്ചു പോകുന്നത്. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹുവിന് എപ്പോഴും ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാലാമതായി മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അനാവശ്യമായ സംസാരം ഉണ്ടായാലും അതേപോലെ ഗീബത്ത് വർദ്ധിക്കുകയും ചെയ്താൽ ഇസ്ലാമിലായി മുസ്ലിമായി മരിക്കാൻ സാധിക്കില്ലെന്ന് മഹാനായ ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ബളബള പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ നമ്മൾ വെറുതെ സമയം കളയുന്നത്? അയൽപക്കത്തുള്ളവരെ കുറ്റം പറഞ്ഞ്, കൂട്ടുകാരെ കുറ്റം പറഞ്ഞ്, നാട്ടുകാരെ തെറി പറഞ്ഞ്, അവന്റെ ന്യൂനതകൾ പറഞ്ഞ്, ഇവന്റെ കുറവുകൾ പറഞ്ഞ്, അങ്ങനെ നമ്മൾ വെറുതെ അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിന്റെ കിതാബ് ഇങ്ങനെ പേജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഗീബത്ത് വർദ്ധിച്ചാൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ സഹോദരനെ കുറിച്ച്, സഹോദരിയെ കുറിച്ച്, നമ്മളുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ നാവിൽ നിന്ന് വന്നാൽ ആ നാവ് കൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ടതെന്നുള്ള ബോധം നമുക്ക് വേണം. ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന്, അള്ളാഹു എന്ന് ഉച്ചരിക്കുന്ന നാവിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ചൊല്ലുന്ന നാവ് കൊണ്ട് ഒരിക്കലും നമ്മളൊരാളെയും കുറ്റം പറയണ്ട. നമ്മളൊരാളെ കുറ്റം പറയുകയാണെങ്കിൽ ആലോചിക്കുക, പടച്ചോനെ, ഈ നാവ് കൊണ്ടാണല്ലോ റബ്ബേ ഞാൻ കലിമ ചൊല്ലേണ്ടത്, ഈ നാവ് കൊണ്ടാണല്ലോ റബ്ബേ ഞാൻ ഖുർആൻ ഓതേണ്ടത്, നീ എന്നെ സ്വീകരിക്കോ എന്നുള്ള ആശങ്ക നമ്മളെ വേട്ടയാടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം മുഴുവനും ഇസ്സത്തോടെയും ഈമാനോടെയും തഖ്വയോടെയും ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.